ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന ഒരു ഏരിയ എന്നുള്ളത് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിതത്തിൽ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ജീവിതം എന്ന് പറയുന്നത് തന്നെ ടൈമാണ്. എപ്പോഴാണ് നമ്മളെ ടൈം അവസാനിക്കുന്നത് അതോടുകൂടിയിട്ട് നമ്മുടെ ജീവിതവും അവസാനിക്കുകയാണ്. ടൈം മാനേജ്മെൻറ്റുമായിട്ട് പലതരത്തിലുള്ള ബുക്കുകളും പ്രസിദ്ധീകരണങ്ങളും പലതരത്തിലുള്ള ഡിസ്കഷൻസൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഡാൻ മാർട്ടലിൻ്റെ ബൈ ബാക്ക് യുവർ ടൈം എന്നുള്ള ബുക്ക്. കനേഡിയൻ എൻ്റർപ്രണറായ ഡാൻ മാർട്ടൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ലൈഫ് വെച്ചുകൊണ്ടാണ് ആ ബുക്ക് ബൈ ബാക്ക് യുവർ ടൈം എന്നുള്ള ആ ബുക്ക് എഴുതിയത്. ജീവിതത്തിനോളം വിലയുള്ള കാര്യമാണ് ടൈം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ എങ്ങനെ മാനേജ്മെൻറ്റ് ചെയ്യുന്നോ അതായിരിക്കും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഷോർട്ട് കട്ട് എന്നുള്ളത്. അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റിൽ എൻ്റെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. PAD ടെക്നിക്ക് എന്ന് പറയും. അതായത് P എന്ന് പറയുന്നത് പ്രയോറിറ്റി എന്നുള്ളതാണ്. പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മളെ ലൈഫിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഹാഫ് ഡൺ ആണ്. അതായത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുണ്ടാവും. ആ കാര്യങ്ങളെ റാങ്ക് ചെയ്തുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഏതാണെന്നും രണ്ടാമത് ചെയ്യേണ്ടത് ഏതാണെന്നും അവസാനം ചെയ്യേണ്ടത് ഏതാണെന്നും ആദ്യം തന്നെ നമ്മൾ ഒരു ഷെഡ്യൂളാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് ഫസ്റ്റ് നമ്മൾ ടൈം മാനേജ്മെൻറ്റിൽ ചെയ്യേണ്ടത്. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അലോക്കേഷനാണ് PAയിൽ രണ്ടാമത്തെ അലോക്കേഷൻ ചെയ്യുകയാണ്. ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്യേണ്ടി വരും, നമ്മളെ ബിസിനസ്സിന് വേണ്ടി ടൈം അലോക്കേറ്റ് ചെയ്യേണ്ടി വരും, നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ സോഷ്യലി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം അലോക്കേറ്റ് ചെയ്യേണ്ടി വരും, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും ടൈം, നമ്മളോട് തന്നെ സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് ടൈം അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ടൈമിനെ മൊത്തമായി അലോക്കേറ്റ് ചെയ്യുന്ന ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത്. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല. നമ്മൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് ഉള്ളത്, നമ്മളെ താല്പര്യങ്ങൾ എന്താണോ, അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെലിഗേഷൻ എന്ന ഒരു പ്രോസസ്സ് മറ്റുള്ളവരെ ഏൽപ്പിക്കുക അല്ലെ മറ്റുള്ളവരുടെ ടൈം വാങ്ങിയെടുത്തുകൊണ്ട് ചെയ്യുന്നതിനാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ തന്നെ ഏറ്റവും ഹൈ പ്രയോറിറ്റിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതിനോടൊപ്പം ലോ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് മറ്റുള്ള ആളെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ടൈം ഏറ്റവും എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു PAD ടെക്നിക്ക് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതല്ല ടൈം മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ്. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരു റെസ്റ്റ് ടൈം, നമ്മളൊരു റീചാർജിങ് അല്ലെങ്കിൽ റീബൂട്ടിംഗ് ടൈം നമ്മളെ ബ്രെയിനിന് കൊടുക്കുന്നതിനോട് കൂടിയിട്ടാണ് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പല ഡിസിഷൻസും എടുക്കാൻ പറ്റുന്നതും ലൈഫിൽ സക്സസ് കൈവരിക്കാൻ പറ്റുന്നതും. അതുകൊണ്ട് സ്റ്റേ ഫോക്കസ്ഡ് ഓൺ യുവർ ടൈം മാനേജ്മെൻറ്റ്. Thank you so much. Stay connected. See you soon.